ഇപ്പോൾ CPM നേതാവ് NN കൃഷ്ണദാസ് മാധ്യമങ്ങളെ കാണുന്നു. വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക. പാലക്കാട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾക്കാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പലപ്പോഴും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളായിരുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗതിയെ മാറ്റിമറിക്കും. മൂന്നാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നതിൻ്റെ ഉറപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലുണ്ടാവും. വലിയ മുന്നേറ്റം ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാവുകയാണ്. കേരളത്തിലാകെ പാലക്കാട്ടാകെ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം ഉണ്ടാവുകയാണ്. അതിൻ്റെ സൂചനകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും. പാലക്കാട്ട് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വലിയ മുന്നേറ്റം ഈ ദിവസങ്ങളിൽ മണ്ഡലത്തിലാകെ പ്രത്യക്ഷപ്പെട്ടത്. ഇത് വിധി നിർണായകമായ ചരിത്ര വിജയമായി ഈ വിജയം മാറാൻ പോവുകയാണ് പാലക്കാട്ട്. അതൊക്കെ കഴിഞ്ഞില്ല, അതൊക്കെ ഇന്നത്തെ കാര്യം പറ. നിങ്ങൾ ഭൂതകാലത്തിൽ ജീവിക്കരുത്, വർത്തമാനകാലത്ത് ജീവിക്കുക. ഭൂതകാലം ഒന്നും വർത്തമാനകാലത്തിൽ സ്വാധീനിക്കില്ല. നിങ്ങൾ ഇന്ന് ജീവിക്കുക, ഇന്നത്തെ ജീവിതമാണുള്ളത്. കണ്ടോട്ടെ, അതിനെന്താ? ആർക്കും ആരും കാണാലോ. അതിനൊക്കെ എന്താ പ്രശ്നം? ആർക്കും ആരും കാണാലോ. നല്ലത്. ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ഭരണഘടന ഓർക്കാൻ സമയം കിട്ടിയല്ലോ, നല്ലത്. അവരാരും അംഗീകരിച്ചിട്ടില്ല ഇന്ത്യയിലെ ഭരണഘടനയെ എതിർത്ത് വോട്ട് ചെയ്തവരവർ. ഭരണഘടന അംഗീകരിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നന്നായി. കുറച്ചു മുമ്പ് താങ്കളും കൂടെ വന്ന സമയത്ത് കൃഷ്ണകുമാർ താങ്കളുടെ അടുത്തേക്ക് വന്നു, താങ്കൾ കാണാത്തതായി. അയ്യോ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, സോറി. ഞങ്ങളടുത്ത അയൽക്കാരല്ലേ, ഞാൻ കണ്ടിട്ടില്ല. കൃഷ്ണകുമാർ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. താങ്കളുടെ അടുത്തേക്ക് വന്ന് താങ്കൾക്ക് അല്ല, ഞാൻ വരുമ്പോൾ നിങ്ങളോട് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പം ഞാനത് നിങ്ങൾക്കും അദ്ദേഹത്തിനൊരു ഉപദ്രവം വേണ്ടെന്നുള്ള നിലയ്ക്ക് ഞാൻ വോട്ട് ചെയ്യാനങ്ങ് പോയി. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടു അദ്ദേഹത്തെ. എൻ്റെ അടുത്തേക്ക് അദ്ദേഹം വന്നില്ല, നിങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഞാൻ വരുമ്പോൾ. താങ്കൾ ദേഹത്ത് തട്ടിയിരുന്നു? അയ്യോ, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ വരുമ്പോൾ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വേണ്ടെന്നുള്ള നിലയ്ക്ക് ഞാനൊരു അരികിൽ കൂടെ പോളിംഗ് ബൂത്തിലേക്ക് പോയി. ഞാൻ കണ്ടതല്ലാതെ. പാണക്കാട് തങ്ങൾക്കെതിരായ വിമർശനമൊക്കെയാണ് വലിയ ആയുധമാക്കി. ഞങ്ങൾ പാണക്കാട് തങ്ങളെയല്ല വിമർശിച്ചത്, നിങ്ങളതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെയാണ് വിമർശിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനെ വിമർശിക്കാനും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവിനെ വിമർശിക്കാനും പാടില്ല. CPM നേതാവ് NN കൃഷ്ണദാസ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം വിവാദങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല. മാത്രമല്ല അദ്ദേഹം കൈ കൊടുത്തില്ല എന്നുള്ള കാര്യം, അല്ലേ? സി കൃഷ്ണകുമാറിന് കൈ കൊടുത്തില്ല, അത് കണ്ടു കാണത്തില്ല. നമുക്ക് ആ നിരപരാധിത്വം അംഗീകരിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് മാത്രമല്ല ഇനി ഒരു പോളിംഗ് ഡേയിലും കൂടെ ഒരു ഹസ്തവിവാദം ആവശ്യമില്ലെന്ന് തോന്നുന്നു, അല്ലേ? ആളുകളുടെ ഈ പത്രത്തിൽ വന്ന പരസ്യപ്പറ്റി ചോദിക്കുമ്പോൾ അത് എടുത്ത് പിടിച്ചില്ല NN കൃഷ്ണദാസ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നേരത്തെ വന്ന ആ പെട്ടിവാദമൊക്കെ അദ്ദേഹം തന്നെ തള്ളിയ ആളാണ്. അല്ല, അതിലൊക്കെ അദ്ദേഹം വളരെ നിശ്ചിതമായ നിലപാടാണ് എടുത്തത്. കാര്യം ഒരു മണ്ഡലത്തിൽ പറയേണ്ടത് വികസന കാര്യമാണ്. പെട്ടി എന്ത് പെട്ടിയുടെ ആരുടെയൊക്കെ പെട്ടി പൂട്ടുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി.